മഖ്ദൂമുമാർ ദീനീ വിജ്ഞാനം വെളിച്ചം പകർന്നു നൽകിയ മലപ്പുറത്തെക്കുറിച്ച് മമ്പുറം തങ്ങളും അതുപോലെ ആലിമുസ്ലിയാരും മഹാന്മാർ ഒട്ടനവധി ദീനീപരമായ പുരോഗതിക്ക് തിരികൊളുത്തിയ ആ വഴിയിൽ ഉമ്മത്തിനെ ഒരുമിച്ച് കൂട്ടി നയിച്ച മലപ്പുറത്തെ കുറിച്ചാ പറയുന്നത്. മലപ്പുറം എന്ന് പറഞ്ഞാൽ അവർക്ക് നോമ്പും പെരുന്നാളും ഒക്കെ അപ്പുറം അവർക്ക് ഫുട്ബോളാണെന്ന്. എന്നിട്ട് ചില വിഷ്വലുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വിഷമം. എന്താ വിഷ്വൽ? നിങ്ങളൊക്കെ കണ്ടാണല്ലോ. ഇതൊക്കെ കാണുന്ന ഞാൻ മാത്രമൊന്നല്ലല്ലോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവൂല്ലോ. എന്താ വിഷ്വൽ? ഇന്ന് എല്ലാവരുടെയും മൊബൈലിൽ അപ്പോൾ എത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടല്ലോ. വിഷ്വൽ മറ്റൊന്നുമല്ല, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നോടിയായി ഗാലറിയിൽ നിറഞ്ഞിരിക്കുന്ന ആബാലവൃദ്ധ ജനങ്ങൾ. അതിൽ തൊപ്പിയിട്ടവനും ഇല്ലാത്തവനും, ടവല് കെട്ടിയവനും അല്ലാത്തവനും, പാൻ്റ് ഇട്ടവനും തുണിയുടുത്തവനും വെള്ളച്ചട്ടിട്ടവനും ആജ്യന്മാരും മൂല്യന്മാരും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് എന്താ അവരുടെ പണി? നോമ്പ് തുറക്കുന്നതിന് മുമ്പേ വന്ന് സ്ഥലം പിടിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് ഗാലറിയിൽ കയറിയിരിക്കുകയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കാനുള്ള വെള്ളം അവർ കൊണ്ടുപോയിട്ടുണ്ട്, അതവർ കരുതി വെച്ചിട്ടുണ്ട്. ആ കാഴ്ചയാണ് വീഡിയോസിൽ കാണിക്കുന്നത്. എന്നാലോ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നൊരു പരിപാടി ഉണ്ടല്ലോ. എന്താ അത്? പിന്നെന്താ പരിപാടി? നിങ്ങളൊന്ന് പറയും. അതെവിടെ വെച്ചാ നോമ്പ് തുറക്കാൻ ശരി സൗകര്യം അവർ കരുതിയിട്ടുണ്ട്. ഈ കൂട്ടത്തിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ആലോചിക്കാൻ വേണ്ടി പറയാണ്. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാം ഒരു ട്രെൻഡാണ്. എന്ത് കണ്ടാലും ആൾക്കൂട്ടം എവിടെയുണ്ടോ അവിടേക്കൊന്ന് എത്തി നോക്കാൻ നമ്മൾ തയ്യാറാകും. അത് നമ്മുടെ ഒരു മാനസികമായൊരു സാഹചര്യം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ സൂറത്തുൽ ജുമുഅയിൽ. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ, നബിയെ വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ കയറി നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടാകും, ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. റസൂലുള്ളാഹിയോട് അല്ലാഹു പറയാൻ, ഫഇദാ റഔ തിജാറതൻ, ഒരു കച്ചവടം, ഒരു വാണിജ്യം അവർ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഔ ലഹ്വൻ, അല്ലെങ്കിൽ ഒരു വിനോദം, ഒരു ഫുട്ബോളോ ക്രിക്കറ്റോ മറ്റു വല്ല വിനോദമോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇൻഫല്ലു ഇലൈഹാ വതറകൂക ഖായിമാ, നിങ്ങൾ ഇങ്ങനെ ഖുതുബോധി നിൽക്കുന്നൊന്നും അവർ നോക്കൂല, അവരവരുടെ പാട്ടിന് പോകും, അവരവിടേക്ക് പോകും. അതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് ഖുർആൻ അല്ലേ? അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, ഒരു മുഅ്മിനായ മനുഷ്യന്, നല്ലതുപോലെ ആലോചനാശേഷിയുള്ള ഒരു മനുഷ്യന് അത്താഴം മുതൽ തുടങ്ങിയ നോമ്പ്, അതിന്റെ മൂർധന്യാവസ്ഥയും കടന്ന് അസ്തമയത്തോടടുക്കുമ്പോൾ നോമ്പിന്റെ അവസാനത്തോടടുക്കുന്ന സമയമാണല്ലോ മഗ്‌രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയം. രണ്ട് സന്തോഷം മുഅ്മിനിന് വരുന്ന സമയമാണെന്ന് മുഹമ്മദ്